സോ അപ്പോൾ ഗൈസ് നമ്മളിത് വന്നിരിക്കുന്നത് നമ്മുടെ കിരീടത്തിൻ്റെ ഒരു റീമാസ്റ്റേഡ് 4K റീമാസ്റ്റേഡ് വേർഷൻ്റെ ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ അതിൻ്റെ ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ദേവദൂതനാണോ അതോ മണിച്ചിതാണോ? എന്താ അല്ല, മറ്റേ അപ്സ്കെയിൽ ചെയ്താണോ അതോ ആക്ച്വൽ റീമാസ്റ്റർ ആണോ? റീമാസ്റ്ററിങ് എന്നാണ് പൊതുവേ പറയുന്നത്. അതിലെന്താണ് പ്രോസസ്സ് എന്നുള്ളത് നമുക്ക് കാണുമ്പോഴേ അറിയത്തുള്ളൂ. സോ നമുക്ക് ട്രെയിലർ നോക്കാം. ഫുള്ളി റിസ്റ്റോർഡ് ഒറിജിനൽ ഫിലിം അല്ല, ഒറിജിനൽ ഫിലിമിൽ നിന്ന് റിസ്റ്റോർ ചെയ്യുന്നല്ലോ. ആരായി സേതു? നമ്മുടെ പുതിയൊരു പോലീസുകാർ അറ്റൊന്നാരില്ലേ, അങ്ങേരുടെ മോന. ഇന്റർവ്യൂവിന് ഇവിടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊരു ഏർപ്പാടുണ്ട്. അത് പാസ്സാണെങ്കിലേ നല്ല സ്റ്റൗട്ട് ആയിരിക്കണം. ആണുങ്ങളായ ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ സേതുവിന് ഒരു കുപ്പി വാങ്ങിക്കൊടുത്താൽ നല്ലതാ. കള്ളന്മാരൊക്കെ നല്ല ഇടിയിടിക്കണം, നല്ല കടി വേണം. ദേഹരക്ഷയെ കുറിച്ച് ഈ സ്കൂൾ വാദ്യാരന്മാർക്ക് വല്ല വിവരമുണ്ട് എന്റെ മുത്തശ്ശി? പിന്നെ പോലീസുകാർക്ക് വലിയ വിവരം അല്ല, ഇത്തിരി പോരം വരുന്ന പിള്ളേർക്ക് തറ പറ എന്ന് പഠിപ്പിക്കുന്ന നിനക്കാ. നല്ല ക്വാളിറ്റി ഉണ്ടല്ലേ. ഈ പരിഭവം പിണക്കൊക്കെയാ പ്രേമത്തിന്റെ ഒരു രസം. ട്രെയിനിങ് കഴിഞ്ഞാൽ പിറ്റേന്ന് കല്യാണം. രാമപുരം നിങ്ങൾക്കറിയില്ല ആ സ്ഥലം. കീരിക്കാടൻ ജോസ് കേട്ടിട്ടുണ്ടോ? ജോസിന്റെ പടമൊട്ടിക്കാൻ സമ്മതിക്കില്ല. മൂപ്പര് നേരിട്ട് വന്ന് കീറിക്കളിയും. കയ്യും കാലും ഒക്കെ ഇരുമ്പാ. ജോസിന്റെ നേരെ ഒന്നിങ്ങനെ കൈ ചൂണ്ടിയാൽ പിറ്റേന്നുള്ള ശവം ഉറപ്പാ. ഒരാളും ജോസിനെതിരായി സാക്ഷി പറയില്ല. ചെയ്തു മാത്രം അവനെ ഞാൻ മുറുക്കും. ഈ മ്യൂസിക് ഒറിജിനൽ അല്ലല്ല, എക്സ്ട്രാ ആഡ് ചെയ്തു. എന്റെ മക്കളെ ഞാനൊരു ഈർക്കിലെടുത്ത് പോലും തല്ലിയിട്ടില്ല. അയാൾ ഒരു നോട്ടോറിയസ് ക്രിമിനലാണ്. അവർക്ക് വേണ്ടത് എന്റെ ജീവനാണ്. തിരിച്ചടിക്കാൻ ശക്തിയില്ല. ധാരാളം കണക്കുകൾ പറഞ്ഞു തീർക്കാനുണ്ട്. ഇവനെ കൊന്നുകളഞ്ഞേരി സാറേ. ഡിസ്പ്ലേയിലൊന്ന് കാണണേ അല്ലേ? റിലീസ് എപ്പോഴാണ്? റിലീസ് വരുന്നത്. അതെ, റിലീസിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ. 4K ഡോൾബി അറ്റ്മോസ്. അതെ അതെ അതെ. പ്രസാദ് ലാബ്. പക്ഷെ ഇവരെ എനിക്ക് തോന്നുന്നു ഇവർ എക്സ്ട്രാ മ്യൂസിക് ആഡ് ചെയ്യുമെന്ന് ചേരുന്നില്ല. അതാണ് ഈ പ്രശ്നം. ട്രെയിലറിന്റെ ഇതിനകത്ത് അതായത് നമ്മളിപ്പോൾ ഇത് തിയേറ്ററിൽ ഇറക്കുമ്പോൾ ഇപ്പോഴത്തെ ആൾക്കാർക്ക് കാണാൻ വേണ്ടി അത് ഈ സ്പടിയൊക്കെ ഇറക്കിയപ്പോഴുണ്ടായിരുന്നു എക്സ്ട്രാ കുറച്ച് വർക്ക് ചെയ്യാനകത്ത്. അപ്പോൾ അത് നമ്മൾ ഇത്രയും നാൾ നമ്മൾ ഈ പടം കണ്ടിരിക്കുന്ന ആ മൂഡില്ലേ, ആ മൂഡിനെ കംപ്ലീറ്റ്ലി സ്പോയിൽ ചെയ്യുന്നൊരു പരിപാടിയാണ്. പക്ഷേ ഇതിൻ്റെ വിഷ്വലി ഇത് നമുക്ക് അന്ന് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രിൻ്റൊക്കെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ക്വാളിറ്റി കുറഞ്ഞ പ്രിൻ്റ്. പക്ഷേ ഇത് കാണുമ്പോൾ നമുക്ക് ഇത് കുറേ കൂടെ നല്ല ഷാർപ്നെസ്സിൽ നല്ലൊരു ബിക്സിന് കാണാൻ പറ്റുന്ന ഫിലിം എടുത്ത് ചെയ്താണ്. അതെ അതെ, അത് അവർ ഇനിഷ്യലി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വിഷ്വലി ഇത് ഒന്ന് തിയേറ്ററിൽ കാണാനുള്ള ഒരു രസം എഴുതി കാണിച്ചു തോന്നുന്നു. തുടക്കത്തിൽ നിന്നിട്ട് അത് എക്സ്ട്രാ മ്യൂസിക് ആഡ് ചെയ്യുന്നു, അങ്ങനെ എന്തോ എഴുതി കാണിച്ച പോലൊരു ഫീൽ. ഇൻക്ലൂഡിങ് സ്കോറ് കുറച്ച് പുതിയ പ്രൊഡക്ഷൻ. അത് മാത്രം ഇങ്ങനെ മേളിൽ നിൽക്കും. അത് ഈ മറ്റേ സ്പടിയം കണ്ടപ്പോൾ അത് ഭയങ്കര കല്ലടിയായിരുന്നു. ഇൻക്ലൂഡിങ് ഒറിജിനൽ സൗണ്ട് ട്രാക്ക്. ഒറിജിനൽ സൗണ്ട് ട്രാക്കിന്റെ മേളിൽ ഇവർ എക്സ്ട്രാ, അതായത് ചില പണ്ടത്തെ ഈ പടത്തിൽ ത്രൂ ഔട്ടൊന്നും ഇല്ല മ്യൂസിക്. ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ ബ്ലാങ്ക് ഉണ്ടാവും. എനിക്ക് തോന്നുന്നേ അതെങ്ങനെയാ അതിന്റെ കൺവേർഷൻ എനിക്കറിയില്ല. നമ്മൾ പണ്ട് ഫിലിമിൽ തന്നെയാണല്ലോ അതിന്റെ സൗണ്ട് വരുന്നത്. അത് മറ്റേ എത്രയാ മറ്റേ ഈ പറഞ്ഞ 5.1 സ്റ്റീരിയോ ആയിട്ടോ അങ്ങനെ എന്തോ ഒരു ഫോർമാറ്റിലാണ് വരുന്നത്. അനലോഗ് പ്രൊജക്ഷൻ അത് കഴിഞ്ഞിട്ടും വന്നിട്ടുണ്ടല്ലോ ഈ പറയുന്ന DTX. അപ്പോൾ ഏതായാലും പടം തിയേറ്ററിൽ റിലീസ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, വരട്ടെ. നമുക്കത് തിയേറ്ററിലൊന്ന് കണ്ടു നോക്കാനുള്ള പരിപാടിയുണ്ട്. കിരീടം കണ്ടിട്ടും കുറച്ചായി. അപ്പോൾ ഒന്ന് റീവിസിറ്റ് ചെയ്യാൻ നല്ലതായിരിക്കും. തിയേറ്ററിൽ പോയി കണ്ടു നോക്കാം.